ഹലോ, എല്ലാവർക്കും മോളസ് കറിവേട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ബുർജി പാവ് കേട്ടോ. മുട്ട നമ്മൾ സാധാരണ ബുർജി ഉണ്ടാക്കില്ലേ, അതും പിന്നെ ഇവിടെ പാവുന്ന പറയുക, അല്ലെങ്കിൽ ബണ്ണ് ബുർജി പാവുന്ന പറയുക. ഇത് വൈകുന്നേര സമയങ്ങളിലെല്ലാം നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയൊരു സ്നാക്സ് ആട്ടോ. നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ വടപ്പാവ്, സമോസ പോലെ തന്നെ ബുർജി പാവും കിട്ടും നമുക്ക് കഴിക്കാനായിട്ട്. നല്ല ടേസ്റ്റാണ്. അത് നമുക്ക് വീട്ടിൽ വേണമെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ബണ്ണിന്റെ ആവശ്യമുള്ളൂ. എല്ലാവർക്കും ബുർജി ഉണ്ടാക്കാൻ അറിയാമല്ലോ. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണേന്നുള്ളത് കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയാണ്. പിന്നെ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ബുർജി ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ ബുർജി ഉണ്ടാക്കാൻ വേണ്ടി 2 മുട്ട, 2 സവാള, മീഡിയം സൈസ് ആയിട്ട് എടുത്തിരിക്കണം, വലുതല്ല. 2 സവാള, 1 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 1 തക്കാളി, കുറച്ച് മല്ലിയില. പിന്നെ നമ്മളിതില് പച്ചമുളക് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. കാരണം കുട്ടികളൊക്കെ ഉള്ളപ്പോൾ അത് കഴിക്കണമെങ്കിൽ പച്ചമുളക് കടിക്കുമ്പോൾ അത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ നമ്മൾ കുറച്ച് മുളക് പൊടിയും ഗരം മസാലയും മഞ്ഞപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കും. അപ്പൊ നമ്മള് തക്കാളി ഒരെണ്ണം മതി, അധികം പുളിയുടെ ആവശ്യമില്ല. അപ്പൊ നമുക്കിത് എല്ലാം അരിഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്ക് ബുർജി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഉള്ളി കട്ട് ചെയ്തെടുത്തു. എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു ചോപ്പർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കാര്യം നടക്കുമല്ലേ. നല്ല ഉള്ളിയും ഇഞ്ചിയും പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ലോണം വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി. എല്ലാം കുറേശ്ശെ ഇട്ടിട്ടുള്ളൂ കേട്ടോ, 1/4 ടീസ്പൂൺ വെച്ചിട്ട്. എല്ലാം കൂടി കൂടുമ്പോൾ നല്ല എരിവുണ്ടാവും. നമ്മൾ 2 മുട്ടയുടെ ബുർജിയല്ല ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലോണം വഴറ്റിയെടുക്കാം. നമ്മുടെ തക്കാളി ഉള്ളിയെല്ലാം നല്ലോണം വഴണ്ട് വന്നു. നമുക്കിതിലേക്ക് എടുത്തു വെച്ച 2 മുട്ടയും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതുണ്ടല്ലോ, വൈകുന്നേര സമയങ്ങളിൽ സ്ട്രീറ്റ് ഫുഡ് പോലെ വൈകുന്നേരം നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഓരോരോ മൂലയ്ക്ക് ഉണ്ടാവും. വടപ്പാവ്, സമോസ, അതുപോലെ തന്നെയാണ് ഈ ബുർജി പാവും ഉണ്ടാവുക. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ചുടാന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാം. കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു സ്നാക്സ് ആട്ടോ. ഈസിയാണ് ഉണ്ടാക്കാനും. ബുർജി പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുള്ളൂ. പിന്നെ നമ്മൾ ആ ബണ്ണ്, ഇവിടെ പാവുന്ന പറയുക, നമ്മുടെ നാട്ടിൽ ബണ്ണല്ലേ, അത് ഇത്തിരി ബട്ടർ ഇട്ടോ നെയ്യിട്ടോ ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മുടെ ബുർജി റെഡിയായി. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിത് ഓഫ് ചെയ്യാം. ഇതൊരു വേറെ പാത്രത്തിലേക്ക് പകർത്തിയിട്ട് ഈ പാത്രത്തിൽ തന്നെ നമ്മൾ ബണ്ണ് ചൂടാക്കി എടുക്കുന്നത് കേട്ടോ. നമുക്ക് ഈ തവയിലേക്ക് തന്നെ 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു നുള്ളു മുളക് പൊടി ഇട്ടോ, അധികം വേണ്ട, കുറച്ച് പിന്നെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കും. കുറച്ച് മല്ലിയില, ബട്ടർ നല്ലോണം മെൽറ്റായിട്ട് വരട്ടെ. ഇനി നമുക്കിതിലേക്ക് പാവ് അല്ലെങ്കിൽ ബണ്ണ് വെച്ച് കൊടുത്ത് ചൂടാക്കി എടുക്കാം. ബുർജിയുടെ മസാല എല്ലാ പാവിലേക്ക് ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അങ്ങനെ നമ്മുടെ ബുർജി പാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ പാവ് റെഡിയാക്കി എടുത്തല്ലോ. ഇനി നമ്മൾ അതിലേക്ക് ഈ ബുർജി നിറച്ചു വയ്ക്കും. എന്നിട്ട് നമ്മളതങ്ങോട്ട് പ്രസ് ചെയ്ത് വെക്കുക. ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഈസി അല്ലേ, ഈസി ആയിട്ട് ഉണ്ടാക്കാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.
മുംബൈയിലെ ബുർജി പാവ്. അടുത്ത റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ.